രക്തരക്ഷസുകളുടെ കയ്യിൽ നിന്നും ഒരു യുവതിയെ രക്ഷിക്കുന്നതായി സ്വപ്നം കാണുന്ന ആദം എന്ന പോലീസുകാരനെയാണ് കാണിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ എത്രയും വേഗം ഭക്ഷണം വാങ്ങി സ്റ്റേഷനിലേക്ക് വരുവാനായി ആദമിനെ സീനിയർ ഓഫീസറുടെ കോളെത്തി. അങ്ങനെ സ്റ്റേഷനിലേക്ക് പോകും വഴി ആദം സീനിയർ ഓഫീസർക്ക് ഭക്ഷണം വാങ്ങുവാനായി അവിടെ ഉണ്ടായിരുന്ന ഒരു കടയിലേക്ക് കയറി. ആദം സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് ആ ഷോപ്പ് ഓണർ അയാളുടെ നായിയെ മർദ്ദിക്കുന്നുണ്ടായിരുന്നു. ഇത് ആദമിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന് ഷോപ്പ് ഓണർക്ക് താക്കീത് നൽകിയതിനു ശേഷം ആദം സ്റ്റേഷനിലേക്ക് പോയി. സ്റ്റേഷനിൽ വെനേസ എന്നൊരു പോലീസുകാരി ഉണ്ടായിരുന്നു. ആദത്തിനെ അവളെ ഇഷ്ടമായിരുന്നു. ഈ ഒരു സമയത്താണ് ആദം തലേ ദിവസം രാത്രിയിൽ പിടികൂടിയിരുന്ന വിരൂപരൂപികളായ 2 സഹോദരങ്ങളെ സെല്ലിൽ കാണാനിടയാവുന്നത്. തൊട്ടപ്പുറത്തെ സെല്ലിലായി കഴിഞ്ഞ പാർട്ടിൽ അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടിരുന്ന സോസിയ എന്ന യുവതിയും ഉണ്ടായിരുന്നു. എന്താണ് കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ചതെന്ന് ആദം സീനിയർ ഓഫീസറോട് തിരക്കി. ഇന്നലെ രാത്രിയിൽ രക്തത്തിൽ കുളിച്ച നിലയിലാണ് സോസിയ സ്റ്റേഷനിലേക്ക് എത്തിയത്. തൻ്റെ കൂട്ടുകാരിയെല്ലാം നരഭോജികളായ സഹോദരങ്ങൾ കൊലപ്പെടുത്തിയെന്നും അതിലൊരാളെ തനിക്ക് വകവരുത്തേണ്ടി വന്നുവെന്നും അവൾ ഞങ്ങളോട് പറഞ്ഞു. അവളേതോ ഉൽക്കയെ പറ്റിയെല്ലാം ആ നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയതുകൊണ്ട് ഞങ്ങൾ അവളെ സെല്ലിലേക്ക് മാറ്റി. പിന്നീടുള്ള അന്വേഷണത്തിൽ ആ വിരൂപരൂപികളെയും ഒരുപാട് മൃതദേഹങ്ങളും കണ്ടെത്താൻ സാധിച്ചു. ഇക്കാര്യങ്ങളെല്ലാം സ്പെഷ്യൽ ഫോഴ്സിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ അന്വേഷിക്കാൻ അവരിങ്ങോട്ടേക്ക് വരും എന്ന് സീനിയർ ഓഫീസർ ആദത്തെ അറിയിച്ചു. കഴിഞ്ഞ പാർട്ടിൽ നിരവധി പേരെ മൃഗീയമായി കൊലപ്പെടുത്തിയ നരഭോജി സഹോദരങ്ങളാണ് ആ സെല്ലിലുള്ളതെന്ന് പോലീസുകാർക്ക് അറിയില്ലായിരുന്നു. സോസിയയുടെ അവസ്ഥ കണ്ട് വിഷമം തോന്നി ആദം അവൾക്ക് കുടിക്കാൻ വെള്ളം നൽകി. അല്പസമയത്തിനകം തന്നെ അങ്ങോട്ടേക്കെത്തിയ സീനിയർ ഓഫീസർ അവളെ വിലങ്ങണിയിച്ച് തെളിവെടുപ്പിനായി കൊണ്ടുപോവുകയാണ്. അയാൾ അവളെയും കൂട്ടി പോയിരുന്നത് സെല്ലിലുണ്ടായിരുന്ന നരഭോജി സഹോദരങ്ങളുടെ വീട്ടിലേക്കായിരുന്നു. അവളോട് വിശദമായ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ അയാൾ അവളെ അവിടെ ഉണ്ടായിരുന്ന കട്ടിലിൽ ലോക്ക് ചെയ്ത് ബാത്റൂമിലേക്ക് പോയി. ഈ ഒരു കട്ടിലിനിടയിലായിട്ടായിരുന്നു നരഭോജി സഹോദരങ്ങൾ തങ്ങൾക്ക് കിട്ടിയിരുന്ന നിഗൂഢമായ ഉൽക്ക സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഉടൻ തന്നെ അതിൽ നിന്നും കറുപ്പ് നിറത്തിലുള്ളൊരു ദ്രാവകം ഒലിച്ചിറങ്ങി. താമസിയാതെ തന്നെ അത് സോസിയയുടെ ശരീരത്തിലേക്കും പ്രവേശിച്ചു. അല്പസമയത്തിനു ശേഷം സീനിയർ ഓഫീസർ തിരികെ വന്നപ്പോൾ അവിടെ സോസിയ ഉണ്ടായിരുന്നില്ല. ഉടൻ തന്നെ അവിടെ അന്വേഷിച്ചു നടന്നിരുന്ന അയാളുടെ ദേഹത്തേക്ക് സോസിയ എടുത്തു ചാടി. ക്ഷണനേരത്തിനുള്ളിൽ തന്നെ അവൾ അയാളെ മൃഗീയമായി കൊലപ്പെടുത്തുകയും അയാളുടെ ശരീരഭാഗങ്ങൾ ഭക്ഷണമാക്കുകയും ചെയ്തു. ഏറെ നേരം കഴിഞ്ഞിട്ടും സീനിയർ ഓഫീസർ തിരികെ വരാതായതോടെ ആദവും വെനേസയും അയാളെ അന്വേഷിച്ചിറങ്ങി. അന്വേഷണത്തിനൊടുവിൽ അവർ സീനിയർ ഓഫീസറുടെ വാഹനം കണ്ടെത്തി പരിശോധിച്ചു. അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്താനായി അവരിരുവരും നരഭോജി സഹോദരങ്ങളുടെ ആ വീട്ടിലേക്ക് പ്രവേശിച്ചു. പക്ഷെ അവർക്ക് കാണാൻ സാധിച്ചത് മൃഗീയമായി കൊല്ലപ്പെട്ട നിലയിലുള്ള സീനിയർ ഓഫീസറുടെ മൃതശരീരമായിരുന്നു. ഇത് കണ്ടപാടെ നമുക്ക് തിരികെ പോകാമെന്നും സ്പെഷ്യൽ ഫോഴ്സ് വരുന്നതുവരെ കാത്തിരിക്കാമെന്നും ആദം പറഞ്ഞെങ്കിലും വെനേസ അതിനു സമ്മതിച്ചില്ല. എത്രയും വേഗം കൊലയാളിയായ സോസിയയെ കണ്ടെത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ടൗണിൽ തന്നെ ഉണ്ടായിരുന്ന ഡിഫൻസ് ടീമിനെ വിളിച്ചു. ഉടൻ തന്നെ ഡിഫൻസ് ടീമിലുണ്ടായിരുന്ന 2 സഹോദരങ്ങൾ വെനേസയുടെ പക്കലേക്ക് യാത്രയായി. ശേഷം കാണിക്കുന്നത് കഴിഞ്ഞ പാർട്ടിൽ വിദ്യാർത്ഥികളെ ക്യാമ്പ് ചെയ്തിരുന്ന കാട്ടിനുള്ളിലെ ആ ഒരു വീടാണ്. വിദ്യാർത്ഥികളെല്ലാം ക്യാമ്പ് കഴിഞ്ഞു പോയിരുന്നതിനാൽ അവിടെ ഉണ്ടായിരുന്ന പരിശീലകൻ തൻ്റെ ഭാര്യയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടെ കറണ്ട് പോയി. അതേപ്പറ്റി അന്വേഷിക്കാനായി കൺട്രോൾ പാനലിനരികിലേക്ക് ചെന്ന അയാളെ അവിടെ മറഞ്ഞു നിന്നിരുന്ന സോസിയ മൃഗീയമായി കൊലപ്പെടുത്തി. പിന്നീട് അവൾ അയാളുടെ കുടൽമാലകൾ ഭക്ഷണമാക്കുകയും ചെയ്തു. ഈ ഒരു നേരത്തിനുള്ളിൽ തന്നെ വെനേസ വിളിച്ചിരുന്ന ഡിഫൻസ് ടീം അംഗങ്ങൾ അവർക്കരികിലേക്ക് എത്തിയിരുന്നു. സോസിയയുടെ കാൽപ്പാടുകൾ നോക്കി അവൾ പോയ വഴിയിൽ ഡിഫൻസ് ടീം
കെണികളൊരുക്കുകയാണ്. ഈ ഒരു സമയത്ത് വെനേസയടക്കമുള്ള 3 പേർ അവിടെ ഉണ്ടായിരുന്ന പൊന്തക്കാട്ടിൽ നിന്നും ഒരു കാട്ടുമൃഗത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. അതോടെ വെനേസ കയ്യിൽ കെട്ടിയ ഒരു കല്ലെടുത്ത് അങ്ങോട്ടേക്ക് എറിഞ്ഞു. ഇത് കെണിയൊരുക്കിയിരുന്ന യുവാവിൻ്റെ ശ്രദ്ധ തെറ്റിക്കുകയും കെണിയിൽപ്പെട്ട് അദ്ദേഹത്തിൻ്റെ 2 കൈപ്പത്തികളും അറ്റുപോകാൻ കാരണമാവുകയും ചെയ്തു. ഉടൻ തന്നെ അദ്ദേഹത്തിന് പ്രാഥമിക ശുശ്രൂഷകൾ നൽകിക്കൊണ്ട് ആദം ആംബുലൻസ് വിളിച്ചു. അങ്ങനെ അറ്റുപോയിരുന്ന അയാളുടെ കൈപ്പത്തികൾ ഒരു ബാഗിലേക്ക് മാറ്റിയതിനു ശേഷം ദൗത്യം ഉപേക്ഷിച്ച് അയാളെയും താങ്ങിയെടുത്തുകൊണ്ടവർ ആംബുലൻസിൻ്റെ അരികിലേക്ക് തിരികെ പോവുകയാണ്. എന്നാൽ ആംബുലൻസിൻ്റെ ഉള്ളിലെ ആ കാഴ്ച അവരെ ഏവരെയും അക്ഷാർത്ഥത്തിൽ ഞെട്ടിച്ചു. ചിതറിക്കിടന്നിരുന്ന ആംബുലൻസ് ജീവനക്കാരുടെ മൃതശരീരങ്ങളായിരുന്നു അതിനുള്ളിൽ. അപ്പോഴാണ് കുറച്ചകലെയായി തങ്ങളെയും നിരീക്ഷിച്ചു കൊണ്ടു നിന്നിരുന്ന സോസിയയെ ആദം ഭീതിയോടെ കാണുന്നത്. ഇത് കണ്ട് ഞെട്ടലോടെ ആദം വിദ്യാർത്ഥികളെ ക്യാമ്പ് ചെയ്തിരുന്ന ആ വീട്ടിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിക്കയറി. ഈ ഒരു നേരത്തെല്ലാം പരിശീലകൻ്റെ ഭാര്യയായിരുന്ന യുവതി ഭയന്നു വരച്ച് വീടിനകത്തെ ഒരലമാരയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ആദത്തെയും കൂട്ടരെയും കണ്ടതോടെ അവൾ പുറത്തേക്കിറങ്ങി സംഭവിച്ച കാര്യങ്ങളെല്ലാം അവൾ അവരോട് വെളിപ്പെടുത്തി. ഇതേസമയം പരിക്കേറ്റിരുന്ന ഡിഫൻസ് ഓഫീസറുടെ നില അതീവ ഗുരുതരമായി തുടരുകയായിരുന്നു. അതിനാൽ തന്നെ ഞാൻ ഇദ്ദേഹത്തെയും കൂട്ടി തിരികെ പോവുകയാണെന്ന് കൂടെയുണ്ടായിരുന്ന ഓഫീസർ വെനേസയോട് പറഞ്ഞു. നിങ്ങൾക്കതിന് സാധിക്കുകയില്ലെന്നും പോകും വഴി സോസിയെ നിങ്ങളെ കൊലപ്പെടുത്തുമെന്നും വെനേസ അയാൾക്ക് മറുപടി നൽകി. ഈ ഒരു സംഭവം അവർക്കിടയിൽ ഒരു തർക്കം ഉടലെടുക്കുന്നതിന് കാരണമായി. ഇത് കണ്ടതോടെ നമ്മൾ ഒറ്റക്കെട്ടായി സോസിയക്കെതിരെ പോരാടണമെന്നും അല്ലെങ്കിൽ നമ്മളെല്ലാം കൊല്ലപ്പെടുമെന്നും ആദം വിളിച്ചു പറഞ്ഞു. അങ്ങനെ സോസിയയെ കൊടുക്കാനായി അവർ 4 പേരും ചേർന്ന് ഒരു പദ്ധതി തയ്യാറാക്കി. പരിശീലകൻ്റെ ഭാര്യയെ പുറത്തു നിർത്തിയതിനു ശേഷം ബാക്കി 3 പേരും തോക്കുകളുമേന്തി പല സ്ഥലങ്ങളിലായി ഒളിച്ചിരുന്നു. പക്ഷേ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഡിഫൻസ് ഓഫീസറെ സോസിയ ആക്രമിച്ചു കൊലപ്പെടുത്തി. ശേഷം പരിശീലകൻ്റെ ഭാര്യയുടെ ദേഹത്തേക്ക് ചാടി വീണ സോസിയ അവളെയും ക്രൂരമായി കൊലപ്പെടുത്തുകയാണ്. ഇത് കണ്ട് വെനേസ സോസിയയ്ക്ക് നേരെ വെടിയുതിർത്തെങ്കിലും കാര്യമുണ്ടായില്ല. അതോടെ ആദം വെനേസയും കൂട്ടി അവിടെ ഉണ്ടായിരുന്ന പരിശീലകൻ്റെ വീട്ടിലേക്ക് ഓടിക്കയറുകയാണ്. കൂടെയുള്ളവരെല്ലാം കൊല്ലപ്പെട്ടതോടെ താൻ എടുത്തിരുന്ന തീരുമാനം തെറ്റായിപ്പോയെന്ന് വെനേസയ്ക്ക് ബോധ്യമായി. സ്നേഹത്തോടെ അവൾ തൻ്റെ ജീവൻ രക്ഷിച്ച ആദത്തെ വാരിപ്പുണർന്നു. എന്നാൽ ഈ നേരത്ത് പരിശീലകൻ്റെ ഭാര്യയുടെ ശരീരഭാഗങ്ങൾ സോസിയ ആ വീടിനകത്തേക്ക് എറിഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെ ആ യുവതിയുടെ ഛേദിച്ചു മാറ്റിയ തലയുമായി സോസിയ ആ വീടിനകത്തേക്കെത്തി. സോസിയയെ കണ്ടതോടെ രക്ഷപ്പെടാനായി വെനേസ ആദത്തെ അവളുടെ പക്കലേക്ക് തള്ളിയിട്ടുകൊണ്ട് ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടി. ഉടനെ തന്നെ അവൾ പുറത്തു കിടന്നിരുന്ന ആംബുലൻസിൽ സ്റ്റേഷനിലേക്ക് പാഞ്ഞു. പക്ഷേ പതിവിലും വിപരീതമായി സോസിയ ആദമിനെ കൊലപ്പെടുത്തിയില്ല. പകരം അവൾ തൻ്റെ നാവ് ഉപയോഗിച്ച് തന്നെ ബാധിച്ചിരുന്ന അപൂർവ രോഗം ആദമിലേക്കും പകർത്തുകയാണ്. അതോടെ ആദത്തിനും രോഗം ബാധിക്കുകയും അവനും സോസിയയുടെ പോലെ വികൃതരൂപിയായി മാറുകയും ചെയ്തു. ഇതേ നേരം സ്റ്റേഷനിലേക്ക് എത്തിയിരുന്ന വെനേസ നിരന്തരമായി സ്പെഷ്യൽ ഫോഴ്സിനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് സോസിയ തനിക്ക് ഈ രോഗം ബാധിച്ചത് എവിടെ നിന്നാണെന്ന് ആദത്തോട് വെളിപ്പെടുത്തുകയാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു ഉൽക്ക വീണു. അതിൽ തിന്മയുടെ ശക്തികളുണ്ടായിരുന്നു. ആ ഉൽക്കയിൽ നിന്നും പ്രവഹിച്ച തിന്മയുടെ ജലമാണ് എന്നെ രോഗബാധിതയാക്കിയത്. നമ്മളിപ്പോൾ മനുഷ്യരല്ല, രാക്ഷസന്മാരാണ്. മനുഷ്യരാരും ശരിയില്ലെന്നും നമുക്കവരെ കൊലപ്പെടുത്തണമെന്നും സോസിയ ആദത്തോട് പറഞ്ഞു. പിന്നീട് അവരിരുവരും മനുഷ്യവേട്ടയ്ക്കായി ഇറങ്ങി. അവർ നേരെ പോയത് ചിത്രത്തിൻ്റെ തുടക്കത്തിൽ നായ ഉപദ്രവിച്ചിരുന്ന ഷോപ്പ് ഓണറായ ആവർത്തൻ്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ വെച്ച് ആദം ആവർത്തനെ ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തി. പിന്നീട് ഒരുപാട് നേരം സംസാരിച്ചിരുന്ന സോസിയയും ആദവും ആ വീട്ടിൽ വെച്ച് ബന്ധപ്പെടുകയും പ്രണയത്തിലാവുകയും ചെയ്തു. അവിടെ നിന്നും
തിരികെ പോരുന്ന വഴിയിലവർ ആ വൃദ്ധൻ ക്രൂരമായി മർദ്ദിച്ചിരുന്ന നായയെ സ്വതന്ത്രമാക്കി. പിന്നീട് ഇരുവരും ചേർന്ന് വികൃതരൂപികളായ നരഭോജി സഹോദരങ്ങളെ രക്ഷിക്കാനായി സ്റ്റേഷനിലേക്ക് പോവുകയാണ്. രണ്ടുപേരും ചേർന്ന് നരഭോജി സഹോദരങ്ങളുടെ സെല്ല് തുറക്കുന്ന സമയത്ത് തോക്കുമായി വെനേസ അങ്ങോട്ടേക്ക് ചാടി വീണു. ശേഷം തുരതുര നിറയൊഴിച്ചുകൊണ്ട് വെനേസ അവർക്ക് നേരെ ഒരു ബോംബെറിഞ്ഞു. നിർഭാഗ്യമെന്ന് പറയട്ടെ, അല്പസമയം കാത്തിരുന്നിട്ടും ആ ബോംബ് പൊട്ടിയില്ല. അതോടെ എത്രയും വേഗം അവളെ കൊലപ്പെടുത്താനായി സോസിയ ആദത്തോട് പറഞ്ഞു. അങ്ങനെ അവൾക്കു നേരെ പാഞ്ഞെടുത്ത ആദം അവളുടെ കഴുത്തിൽ പിടിമുറുക്കി. തന്നെ ചതിച്ചവളാണെങ്കിലും താൻ സ്നേഹിച്ചിരുന്ന വെനേസയെ കൊലപ്പെടുത്താൻ ആദത്തിന് മനസ്സ് വന്നില്ല. ഇത് കണ്ട് കോപാകുലയായ സോസിയ വെനേസയുടെ മുഖം നിഷ്കരണം പിഴുതെടുത്തു. ശേഷം സോസിയ വെനേസയുടെ തല ചവിട്ടിയരച്ച് അവളെ മൃഗീയമായി കൊലപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് നിനക്കിപ്പോഴും വെനേസയെ ഇഷ്ടമാണെന്നും നീ എന്നെ ചതിച്ചു എന്നും പറഞ്ഞുകൊണ്ട് സോസിയ വിഷമത്തോടെ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഈ ഒരു സമയത്ത് സ്പെഷ്യൽ ഫോഴ്സ് അങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. അവർ സോസിയയുടെ ശരീരത്തിലൂടെ വാഹനം ഓടിച്ചു കയറ്റി. അതോടെ സോസിയയുടെ ശരീരം ഛിന്ന ഭിന്നമായി. ഈ ഒരു നടക്കുന്ന കാഴ്ച ആദം ദുഃഖത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. തന്നെ വളഞ്ഞിരുന്ന സ്പെഷ്യൽ ഫോഴ്സ് ടീം അംഗങ്ങളുടെ മുന്നിൽ ആദം കീഴടങ്ങി. എന്നാൽ ഈ ഒരു സമയത്താണ് സെല്ലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരുന്ന വിരൂപരൂപികളായ സഹോദരങ്ങളിൽ ഒരാൾ അവിടെ കിടന്നിരുന്ന ബോംബ് കയ്യിലെടുക്കുന്നത്. തൽക്ഷണം തന്നെ ആ ബോംബ് പൊട്ടിത്തെറിക്കുകയും പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ അവരിരുവരും കത്തിച്ചാമ്പലാവുകയും ചെയ്തു. ശേഷം ബന്ധനസ്ഥനാക്കിയ നിലയിൽ ആദത്തിനെ സ്പെഷ്യൽ ഫോഴ്സ് ടീം അംഗങ്ങൾ അവിടെ നിന്നും കൊണ്ടുപോയി. പിന്നീട് ആദത്തിൻ്റെ ശരീരത്തിൽ അവർ എന്തൊക്കെയോ പരീക്ഷണങ്ങൾ നടത്തുകയാണ്. ഈ ഒരു രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുന്നു.